ശബരിമലയെക്കുറിച്ച് ഒരുപാട് കഥകൾ കേട്ട് വളർന്നവരാണ് നമ്മൾ. കുറച്ചുകാലം മുമ്പ് വരെ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനമില്ല എന്നത് ഒരു തർക്ക വിഷയമേ ആയിരുന്നില്ല. നമുക്ക് കേരളത്തിന് പുറത്തുള്ള ഒരു കൂട്ടർ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം വേണം എന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ ഇതേ ആവശ്യവുമായി കേരളത്തിനകത്തും പലരും മുന്നോട്ട് വന്നു. സമത്വവാദമാണ് എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ വിശ്വാസങ്ങളും ആചാരങ്ങളും തെറ്റിക്കാൻ പാടില്ല എന്ന് മറുകൂട്ടർ. ഇന്ന് ഈ വിഷയം ഒരു പ്രക്ഷോഭമായി മാറുന്നുണ്ടോ? ഇതാണ് നമ്മൾ ഇന്നത്തെ സെൽഫിയിൽ ചർച്ച ചെയ്യുന്ന വിഷയം. നാരികേറ മലയാണോ ശബരിമല? ഈ സംഭവത്തിന് എതിർപ്പുകൾ വന്നിട്ടുണ്ട്. ഈ അഭിപ്രായത്തിന് വിശ്വാസികൾക്ക് ആവാം എന്ന് സർക്കാർ പറയുമ്പോൾ അതിനെ എതിർക്കുന്നുണ്ടോ ജനം? അല്ല, കുറച്ച് ആളുകളേ ഉള്ളൂ. ഇപ്പൊ സ്ത്രീകളിൽ തന്നെ ഭൂരിപക്ഷം ഭക്തകളാണെങ്കിലും അവരും അയ്യോ ഭഗവാന്റെ അടുത്ത് ചെല്ലരുതെന്ന് ഭഗവാൻ കൽപ്പിച്ച മാതിരിയാണ് കുറേയെങ്കിലും സ്ത്രീകളുടെ മനസ്സിലെ വിചാരം. അപ്പൊ അത് തന്നെയാണ് സർക്കാരും പ്രതിഫലിപ്പിക്കുന്നത്. സർക്കാർ പറയുന്നത് എന്താ? വിശ്വാസികളുടെ അവകാശം ഞങ്ങൾ സംരക്ഷിക്കണം. അതാണ്. എനിക്ക് അതിനോട് പൂർണ്ണമായി വിയോജിപ്പുണ്ട്. വിശ്വാസികളെ ഭഗവാന്റെ അടുത്തുനിന്നും എന്തിന്റെ പേരിലല്ല, ആചാരത്തിന്റെ പേരിൽ ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. ആധുനിക കാലഘട്ടത്തിൽ നിയമങ്ങൾ മാറ്റപ്പെടേണ്ടതാണ്. മാറുന്ന കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നിയമം നടപ്പിൽ വരുത്തേണ്ടത്. ആചാരങ്ങൾ, കസ്റ്റത്തിൽ നിന്നാണ് എല്ലാ നിയമവും ഉണ്ടായിട്ടുള്ളത്, ലോകത്തുള്ള മുഴുവൻ നിയമവും. പക്ഷെ അതൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് തിരുത്തപ്പെടേണ്ടതാണ്. അതിന് വിശ്വാസികളുടെ അവകാശം. ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ട്, ഈ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് കേരളത്തിലെ ഭക്തരെ എടുത്തു നോക്കും. പുരുഷനെയും സ്ത്രീകളെ മാറ്റി നിർത്തി പറയല്ല. ഏറ്റവും കൂടുതൽ അമ്പലങ്ങൾ, ക്ഷേത്ര ദർശനം നടത്തുന്ന സ്ത്രീകളാണ്. പക്ഷേ ദേവസ്വം ബോർഡ് ഭരിക്കാൻ ഒരൊറ്റ സ്ത്രീയില്ല. നേരത്തെ സിസിലി മെമ്പർ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. സ്ത്രീ അപ്രത്യക്ഷയായി. സ്ത്രീയുടെ അവകാശങ്ങളെ കുറിച്ചും ശാക്തീകരണങ്ങളെ കുറിച്ചും ഞാനും ശ്രീലി ടീച്ചറിനെ പോലുള്ളവരൊക്കെ നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക. മറുഭാഗത്തോട് നമ്മൾ ഒരു അമ്പലത്തിലും പറ്റത്തില്ല. ഒരു സ്ത്രീ മുന്നേറ്റത്തിന് ഒരു ഉദാഹരണമുണ്ട്. പൂനെയിലെ ഒരു ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടില്ല. അവർ തീരുമാനമെടുത്തു, ഹെലികോപ്റ്ററിൽ കൂടി ഞങ്ങൾ പുഷ്പവൃഷ്ടി നടത്തും. അതിനെയും തടസ്സപ്പെടുത്തുന്ന ഈ പുരുഷ മേധാവിത്വം, സ്ത്രീ മുന്നേറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും മാഡം. ഒരു വരി കൂടെ, മഹാരാഷ്ട്രയിൽ ശനി ടെമ്പിളിലാണ് ഈ വിഷയം. തൃപ്തി ദേശായി എന്ന് പറഞ്ഞ ആക്ടിവിസ്റ്റാണ് പോയത്. ഈ വിഷയങ്ങൾ അവർ വളരെ സിൻസിയർ ആയിട്ടാണ് പോകണം. പക്ഷെ വിഷയങ്ങൾ മനസ്സിലാക്കണില്ല. അവിടെ എല്ലാ സ്ത്രീകൾക്കും പ്രവേശിക്കാം. ആ ശ്രീകോവിലിനകത്ത് കയറി ഐഡലിനെ ടച്ച് ചെയ്യാൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവകാശമില്ല. പക്ഷെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പെൺകുട്ടി അതിനുള്ളിൽ കയറി ഈ വിഗ്രഹത്തെ തൊട്ടു. അപ്പൊ അദ്ദേഹം പ്യൂരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തു. അപ്പൊ ഇവർ തെറ്റിദ്ധരിച്ചു ഒരു സ്ത്രീ തൊട്ടുകൊണ്ടാണെന്ന്. ഇപ്പൊ നമ്മുടെ അമ്പലങ്ങളിൽ എല്ലാവരും ബോർഡറിലാണല്ലോ. ഏതെങ്കിലും ഒരാൾക്ക് വെളിയിൽ നിന്ന്, അതായത് പൂജാരി അല്ലാതെ വേറെ ആണിനോ വേറെ ഏത് സമുദായക്കാരനോ അവിടെ കയറാൻ പറ്റുമോ? ഇല്ല. ഇതൊരു സിസ്റ്റമാണ്. നിങ്ങൾ ഇതിൽ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അപ്പം വിഷയങ്ങളെ പലപ്പോഴും ബിന്ദുകൃഷ്ണ മാഡത്തിന്റെ അഭിപ്രായത്തോട് യോജിപ്പാണ്, മാഡത്തിന്റെ സ്ത്രീപക്ഷവാദങ്ങളോട് യോജിപ്പാണ്, എതിർപ്പല്ല. പക്ഷേ വിഷയങ്ങളെ കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കാതെ ഓരോ സിസ്റ്റത്തിനെയും ബഹുസ്വരതയിൽ കാണാതെ, നേരത്തെ ജാതിയുടെ പ്രശ്നം പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ഇവർ ശബരിമലയെ പണ്ട് മുതലേ ജാതി ഉണ്ടായിരുന്നില്ല എന്ന പോയിന്റ് പറയുന്നില്ല? കാര്യം ഇതെല്ലാം ഒരു വിപ്ലവത്തിന്റെ ഭാഗമായി ഞങ്ങൾ നേടിയെടുത്തതാണ് എന്ന പ്രതീതി ജനിപ്പിക്കാനാണ്. ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം കൊണ്ടുവന്നത്? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരാണോ? ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമി, ഗാന്ധിജിയെ പോലുള്ളവർ, വിവേകാനന്ദനെ പോലുള്ളവർ, നവോത്ഥാനം എല്ലാം വന്നത് അഭിമാനത്തോടെ ഞാൻ പറയുന്നു. വൈക്കം സത്യാഗ്രഹത്തിലും ഗുരുവായൂർ സത്യാഗ്രഹത്തിലും നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ നേതാക്കന്മാരുണ്ടായിരുന്നു. ആയിക്കോട്ടെ, ഞാൻ രാഷ്ട്രീയത്തെ എനിക്ക് പറഞ്ഞ കാര്യം, ഇപ്പൊ സ്ത്രീകൾ എന്തുകൊണ്ട്, സ്ത്രീകളുടെ ഒരു ആവശ്യമായിട്ട് എന്തുകൊണ്ട് വരുന്നില്ല എന്നൊരു ചർച്ച അവിടെ വന്നല്ലോ. നമ്മൾ മനഃശാസ്ത്രത്തിൽ കണ്ടീഷനിങ് എന്ന് പറയുന്നൊരു സാധനം പറയും. ഒരു ഗ്ലാസിന്റെ വലിയ ടംബ്ലറിൽ അതിന്റെ നടുവിൽ ഒരു ഗ്ലാസ് കൊണ്ട് പാർട്ടീഷൻ നടത്തിയിട്ട് ഒരു ഭാഗത്ത് ഒരു വലിയ മത്സ്യത്തിന് വെക്കുകയാണ്, ഇപ്പുറത്ത് ചെറിയ കുറെ കുഞ്ഞു മത്സ്യങ്ങൾ വെക്കും. വിശക്കുന്ന സമയത്ത് ഈ വലിയ മത്സ്യം ഓരോ സമയത്തും ഓടിയിട്ട് ഈ ഗ്ലാസ് ടംബ്ലറിൽ തലയടിച്ച് ചോരയൊക്കെ പൊട്ടി കുറേ കാലം കഴിഞ്ഞിട്ട് നടുവിലെ ഗ്ലാസ് എടുത്തു മാറ്റിയാൽ ഈ മീൻ പട്ടിണി കിടന്ന് ചത്താലും ഇപ്പുറത്തേക്ക് കടക്കില്ല. നമ്മുടെ വീട്ടുകളിലെ ഓരോ പെൺകുട്ടിയും ജനിക്കുന്നത് മുതൽക്ക് ഇത്തരം ആയിരക്കണക്കിന് പ്രാവശ്യം തല വെച്ച് അടിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ പഴമൊഴികള് ഉപയോഗിക്കില്ല. പണ്ടത്തെ വേദന ഓരോ പ്രാവശ്യം നമ്മള് നമ്മുടെ പഴഞ്ചൊല്ലുകൾ, നമ്മളെ കടങ്കഥ, ഇതൊക്കെ ഇപ്പൊ നമ്മൾ സാധാരണ പറയണ്ടല്ലോ, ഇല ചെന്ന് മുള്ളിൽ വീണാലും, മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലക്ക കേടുന്ന് പറയുമ്പോൾ താൻ ഇലയാണെന്നും താൻ എപ്പോഴും കീറാൻ ഭാഗത്തിൽ നിൽക്കുകയാണെന്നൊരു ബോധമാണ് പെൺകുട്ടിയിൽ ഉണ്ടാവുന്നത്. നമ്മളെല്ലാ കവികളും വർണ്ണിക്കുന്ന സമയത്ത് മുയലായിട്ടും മാനായിട്ടും മയിലായിട്ടും ഒക്കെ പെൺകുട്ടികളെ വർണ്ണിക്കുള്ളൂ. പെണ്ണിന്റെ കൂട്ടത്തിൽ പുലിയുണ്ട്, ആൺപുലി മാത്രമല്ല പെൺപുലിയുണ്ട്, പെൺസിംഹമുണ്ട്, പെൺകടുവയുണ്ട്. ഇത് നമ്മൾ ആരും പറയില്ല.
അങ്ങനെ കുട്ടിക്കാലം മുതൽക്ക് പെൺകുട്ടിയുടെ മനസ്സിൽ ഇവളെല്ലാം പീഡിപ്പിക്കപ്പെടാനും ആത്മരക്ഷയ്ക്ക് പുരുഷന്റെ സഹായം വേണം എന്നുള്ളൊരു ബോധം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിന്റെ പാർട്ടാണ് നീ അശുദ്ധയാണ്, നീ അമ്പലത്തിൽ കയറാൻ പാടില്ല, നീ അവിടെ കയറാൻ പാടില്ല, നീ ഇവിടെ കയറാൻ പാടില്ല എന്നുള്ള ഈ ചടങ്ങുകളൊക്കെ തന്നെ ഇത് ഓരോ അധിനിവേശം ഉണ്ടാക്കിയെടുക്കുന്നത് ആയിരക്കണക്കിന് ആശയ തലങ്ങളിലൂടെയാണ്. ആയുധം കൊണ്ട് മാത്രമല്ല, അത്തരം ഒരു ആശയതലം ആണെന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ എന്നോട് ചോദിച്ചാൽ എല്ലാ ആൾക്കാരും ശബരിമലക്ക് പോകണമെന്ന് വെച്ചാൽ ഞാനും പറയാം ശബരിമലയിൽ ഇപ്പൊ തന്നെ പോകുന്ന ആൾ അതിയാണ്. അവിടെ വെറുതെ കാട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരൊക്കെ അവിടെ പോകേണ്ട യാതൊരു കാര്യമില്ല. ആ പരിസ്ഥിതി പ്രശ്നമുണ്ട്. ഇത് ഞാൻ ഈ ഇന്ത്യയിലുള്ള എല്ലാ റോഡ് കൂടി ഞാൻ പോവില്ല. പക്ഷേ എനിക്ക് കാശ്മീരിലോ അല്ലെങ്കിൽ കന്യാകുമാരിലോ എവിടെയാണ് റോഡ് കൂടെ പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടാവണം. എനിക്ക് വേണമെങ്കിൽ പോകാൻ വേണ്ടിയാ, അല്ലാതെ ഞാൻ ഈ ജീവിതം കൊണ്ട് ഇതൊക്കെ നടന്നു തീർക്കാൻ വേണ്ടിയല്ലല്ലോ. ഒരു മിനിറ്റ്, സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും വളരെ ആകുലതയും വ്യാകുലതയും ഒക്കെ കൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ് സുഗതകുമാരി ചേച്ചി. സുഗതകുമാരി ചേച്ചി ഒരു അഭിപ്രായം പറഞ്ഞു. ആ ശബരിമല കാടുകൾ അത് ഏറ്റവും അസ്പൃശ്യമായി കാത്തു സൂക്ഷിക്കേണ്ടതായ ഒരു തപോവാസ സ്ഥലം പോലെ കഴിയേണ്ട ആ സ്ഥലം ഇപ്പോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ചവിട്ടിത്തേച്ച് നശിപ്പിക്കുകയാണ്. നിങ്ങൾ ഇനി ലക്ഷക്കണക്കിന് പെണ്ണുങ്ങൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കൂടി ഇങ്ങോട്ട് കയറിയാൽ എന്ത് സംഭവിക്കും? ആ കാടിന്, ആ മലയ്ക്ക്, ആ ടൈഗർ സാങ്ച്വറിക്ക്, ആ നദിക്ക് എന്നാരും ആലോചിക്കുന്നില്ല. നമ്മുടെ ആളുകൾ യോഗ്യന്മാരാണെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇനി ആയിരക്കണക്കിന് സ്ത്രീപീഡന കേസുകൾ, സെക്ഷൽ അബ്യൂസ് കേസുകളിലൂടെ ശബരിമല ഉണ്ടാകുന്നത് നാണക്കേടാണ്. എനിക്ക് നമ്മുടെ ആളുകളെ വിശ്വാസമില്ല. ദിവസവും എന്റെ മുമ്പിൽ വരുന്ന ചെറിയ പെൺകുട്ടികളെയും ചെറുപ്പക്കാരികളെയും സ്ത്രീകളെയും കാണുന്നുണ്ട്. ഞാൻ പറയുന്നു, വയസ്സായ സ്ത്രീകൾക്ക് പോലും കിടന്നുറങ്ങാനൊക്കാത്ത ഒരു കാലഘട്ടം വന്നിരിക്കുന്നു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പെണ്ണുങ്ങളോടെ കയറി ചെന്നാൽ ആ പുണ്യഭൂമി ഉണ്ടായിത്തീരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യവാനെ കാണാന് അവിടെ എങ്ങും പോയി ഇടിച്ചു തള്ളേണ്ട ആവശ്യമില്ല. തത്വമസി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, അകത്തോട്ട് നോക്കിയാൽ മതി. സ്ത്രീകളും പുരുഷന്മാരും ഇത്രയും പോകരുതെന്നാണ് എന്റെ അഭിപ്രായം. ശബരിമലയിൽ വളരെ കൺട്രോൾ ചെയ്ത് ഭക്തിയോടെ 41 ദിവസം വ്രതമെടുത്ത് മര്യാദയായിട്ട് ഇരുപടിക്കെട്ടും കെട്ടി ഭക്തിയോടെ സമർപ്പിച്ചങ്ങോട്ട് പോകണം. ഇതെന്തോന്ന് ടൂറിസ്റ്റ് കേന്ദ്രമോ? ഇത് എക്സ്കർഷൻ പാർട്ടികളോ? എന്താണ് ഇപ്പൊ കാണിക്കുന്നത്? അപ്പൊ സുഗതകുമാരി ചേച്ചി പോലും പറയുന്നത് അത് ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടല്ല, സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് കരുതിയാണ്. ഇത് ഒരു തരത്തിൽ നമ്മൾ നേരത്തെ ഇപ്പൊ ബിന്ദു പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പറഞ്ഞു, ഇത് അന്ന് സ്ത്രീകളെയും പറഞ്ഞ മാതിരി കുറെ മനുഷ്യർ എഴുതി വെച്ച് ചില ആചാരങ്ങളാണ്. അപ്പൊ അന്ന് ഒരു പക്ഷേ സ്ത്രീ സുരക്ഷിതയല്ല കാനനത്തിൽ സഞ്ചരിക്കുന്ന എന്ന് വേണമെങ്കിൽ നമുക്ക് എന്റെ അച്ഛനൊക്കെ ശബരിമലക്ക് പോകുന്ന കാലത്ത് ശബരിമലക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കരയുക ചെയ്യുക, എല്ലാരും കൂടെ തിരിച്ചു വരില്ല, പുലി പിടിച്ചു പോകുന്നതാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് സ്ത്രീകളെ പറഞ്ഞയക്കാൻ വയ്യ. അപ്പൊ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ആചാരം വന്നിട്ടുണ്ട്. ഈ പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പോ എന്നിട്ട് പക്ഷെ പുതിയ കാലത്ത് എന്താ, അഗസ്ത്യവനത്തിലേക്ക് സ്ത്രീകൾ സുരക്ഷിതത്വത്തിന്റെ പേരിൽ പോകണ്ടെന്ന് 2016 പറയുകയും പിന്നീട് അത് തിരുത്തുകയും ചെയ്യുന്ന അവസ്ഥയാ. സുഗതകുമാരി ടീച്ചർ വാസ്തവത്തിൽ ഇങ്ങനെ അല്ല പറയേണ്ടത്. ടീച്ചർക്ക് ടീച്ചറുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ആ ജനാധിപത്യപരമായി അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അങ്ങനെ അല്ല പറയേണ്ടത്. സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാവണം. നമ്മളിപ്പോഴും 6 മണിക്ക് ശേഷം പെൺകുട്ടികൾ എന്തിനു പുറത്തിറങ്ങുന്നു, അവർ സുരക്ഷിതരല്ലാത്തത് കൊണ്ട് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ വനിതാ മുഖ്യമന്ത്രിയുള്ള രാജ്യമാണ് ഇന്ത്യ. അതല്ലല്ലോ ജനാധിപത്യ രീതിയിൽ ഭരണാധികാരികൾ പറയേണ്ടത്. എല്ലാ മനുഷ്യരുടെയും സുരക്ഷിതത്വവും ജീവനും ഒക്കെ സംരക്ഷണം ഏർപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ആ അർത്ഥത്തിൽ സ്ത്രീകൾക്ക് അവിടെ പോകുവാനുള്ള അവസരമുണ്ടാക്കുകയും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷിതത്വ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളെ ആരായുകയുമാണ് വേണ്ടത്. ഇവിടെ പറയുന്നത് വിശ്വാസത്തെ ആസ്പദമാക്കിയാണ്. ഇത്തരം വിശ്വാസങ്ങളും കീഴ്വഴക്കങ്ങളുമാണ്, ഞാൻ ആവർത്തിക്കുന്നു, നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തെ ഒരു ഭ്രാന്താലയമാക്കി നിലനിർത്തിയിരുന്നത്. അതിൽ നിന്ന് മാറിയത് ഈ കീഴ്വഴക്കങ്ങളെയും ആചാരങ്ങളെയും മറികടന്നുകൊണ്ടാണ്. അത്തരത്തിലുള്ള ഒരു അതിജീവനത്തെ സംബന്ധിച്ചാണ് നമ്മൾ പുതിയ കാലത്ത് ചർച്ച ചെയ്യേണ്ടത്, പുറകോട്ട് പിടിച്ചു വലിക്കലിനെ പറ്റി അല്ല. രാഹുൽ ഒരു കാര്യം, ഒറ്റ വരി. പണ്ട് പുലി പിടിക്കും ആണുങ്ങളെ എന്ന് പേടിയുണ്ടെങ്കിൽ ഏതെങ്കിലും കൊച്ചു പെൺകുട്ടി അവിടെ പോവോ? 50 വയസ്സിന് മേളിലുള്ള സ്ത്രീകൾ പോവോ? അതിന് തെളിവുണ്ട്. 200 വർഷം മുമ്പ് പോലും പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ അതൊന്നുമല്ല റീസൺ. ഇനി ഒരു വരി കൂടി, നിങ്ങൾക്ക് ആ റീസണിൽ എന്നോട് വാഗ്വാദം നടത്താം.
നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന പ്രതിഷ്ഠ മാറ്റണം, അല്ലെങ്കിൽ ആ സങ്കല്പം ശരിയല്ല എന്ന് പറഞ്ഞ് വാദഗതി നടത്താം. പക്ഷേ ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് വെച്ച് വാദഗതി നടത്തുന്നത് വേറെ വാദഗതി ഇല്ലാത്തതുകൊണ്ടാണ്. ഈ നേരത്തെ പറഞ്ഞത് ശബരിമലയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇതിനോട് കൺഫ്യൂസ് ചെയ്യരുതെന്നുള്ളതാണ് അഭ്യർത്ഥന. എനിക്കിവിടെ ഈ ശബരിമല സ്ത്രീ വിഷയത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അതിൽ യുക്തിപരമായി നേടാനുള്ള പാണ്ഡിത്യം ഇല്ല. എന്നാൽ ഞാൻ വളരെ പ്രായോഗികമായിട്ട് ആലോചിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ശബരിമലയിൽ പോകുമ്പോൾ ഞങ്ങൾക്കറിയാം എത്ര പബ്ലിക് ടോയ്ലറ്റ്സ് ആണുള്ളത്. ഇല്ല എന്ന് തന്നെ പറയാം. പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഇത് അപൂർവമാണ്. അപ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാരൊക്കെ തന്നെ അപ്പോൾ അവിടെ ബസ് നിർത്തിയിട്ട് എവിടെയെന്ന് വെച്ചാൽ അങ്ങനെയാണ് കാര്യം സാധിക്കുന്നത്. ഇത് നമ്മുടെ സംസ്കാര സമ്പന്നരായ സ്ത്രീകൾക്ക് സാധിക്കുമോ? നമുക്ക് പ്രായോഗികമായിട്ട് അവിടെ സൗകര്യങ്ങൾ കുറവാണ്. അതൊരു പരിധിവരെ ഇപ്പൊ സ്ത്രീകൾക്ക് ഒരു പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയാൽ തന്നെ ഇതെല്ലാം ഒരു വലിയ പ്രശ്നമായി തന്നെ അവശേഷിക്കില്ലേ? അത്തരം കാര്യം തമിഴ്നാട്ടിൽ നിന്ന് എത്രയോ 60ഉം 70ഉം കഴിഞ്ഞ മുത്തശ്ശിമാര് വരുന്നു. അപ്പൊ അവരെങ്ങനെ ഈ ബുദ്ധിമുട്ടിൽ നിൽക്കുന്നു? ആന്ധ്രയിൽ നിന്നും എത്രയോ ശബരിമലയിൽ 3.5-4 കോടി ആൾക്കാർ വരുന്നുണ്ട്. അപ്പോ എങ്ങനെ ഈ പ്രായമുള്ള സ്ത്രീകൾ പോകും? ഇത് കുറെ കൂടെ ഫെസിലിറ്റി വേണമെന്നുള്ള വാദഗതി ആവശ്യമാണ്. പക്ഷേ കുറെ കൂടെ അടിസ്ഥാനപരമായി ഫണ്ടമെന്റലായി നമ്മൾ ഈ കാര്യത്തെ കണ്ടേ പറ്റുള്ളൂ. ശബരിമലയിൽ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും 1-2 ആഭാസന്മാർ എല്ലാ കൂട്ടത്തിലും കാണും. ആ സെക്യൂരിറ്റി നേരത്തെ മുഹമ്മദ് ജി പറഞ്ഞ കറക്റ്റാണ്. ബസ് സ്റ്റാൻഡിൽ പ്രശ്നമാണ്, ട്രെയിനിൽ പ്രശ്നമാണ്. അപ്പൊ ഇതൊന്നും കൊണ്ടല്ല ശബരിമലയിൽ ഇനി സ്ത്രീകളുമല്ല യുവതികൾ മനഃപൂർവ്വം, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, നോർത്ത് ഇന്ത്യയിലെ ഒരു സെക്ഷൻ ഓഫ് മീഡിയ ഞാൻ പേഴ്സണലി ചെന്ന് പറഞ്ഞു ശബരിമല യങ് വുമൺ എൻട്രി എന്ന് വിളിക്കണമെന്ന്. അവർ മനഃപൂർവ്വം വിളിക്കില്ല. കാര്യം ശബരിമല വുമൺ എൻട്രി എന്ന് പറഞ്ഞാലേ വിഷയത്തിനൊരു ഗുമ്മുള്ളൂ. വിഷയത്തിനൊരു കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി വരണമെങ്കിൽ സുപ്രീം കോടതി പോലും തെറ്റിദ്ധരിക്കപ്പെട്ട് ചോദിച്ചിരിക്കുകയാണ്, എന്താ നിങ്ങൾ സ്ത്രീകളെ കയറ്റാത്തതെന്ന്. ശബരിമല എല്ലാ വർഷവും 10,000-കണക്കിന് സ്ത്രീകളാണ് വരുന്നത്. 10,000-കണക്കിന് സ്ത്രീകൾ. പക്ഷേ സ്ത്രീകളല്ല യുവതികളാണെന്ന ഒറ്റ വാക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റിയുടെ പ്രശ്നം പോകും. അതുകൊണ്ട് വിഷയത്തിന്റെ ടെൻഷൻ നിലനിർത്താൻ രാഹുൽ, എനിക്ക് ഒരു സംശയം, യുവതികളെ എന്തിനു മാറ്റി നിർത്തുന്നു? ആ ഒരു ഒന്നും കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് തന്നെ, അതായത് ഏതെങ്കിലും വിഭാഗത്തിന് എന്ന വാക്കുണ്ട് ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അപ്പൊ സ്ത്രീ എന്നുള്ള ഈ 10 മുതൽ 50 വയസ്സ് വരെയുള്ള വിഭാഗം വരുന്നുണ്ട് അവിടെ. ഒരു വിഭാഗത്തിനെതിരായിട്ടും വിവേചനം പാടില്ല എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് ഉറപ്പ് നൽകുന്ന കാര്യമാണ്. അതാണ് നമ്മുടെ ആർഗ്യുമെന്റ്. ഫലത്തിൽ ഡിസ്ക്രിമിനേഷൻ ആയാണ് ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുന്നത്. അത് സുപ്രീം കോടതി തീരുമാനിച്ചോട്ടെ. നിങ്ങൾക്ക് ആ സിസ്റ്റത്തിൽ താല്പര്യമില്ലെങ്കിൽ വരണ്ട. നാളെ എന്താ ഈ പറഞ്ഞത്? ഞങ്ങൾ വരുന്നതോ പോകുന്നതല്ല എന്ന് പറയുമ്പോ വരണ്ട എന്നല്ല, വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ വരാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതല്ലേ അതിന്റെ സത്യം. അതാണ് അതിന്റെ ഡിസ്ക്രിമിനേഷൻ. ഇപ്പൊ ഈ പറഞ്ഞ വാദങ്ങളൊക്കെ തന്നെ അവിടെ സൗകര്യമില്ല എന്നുള്ള വാദം അമേരിക്ക സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളോട് പാരിസ്ഥിതിക പ്രശ്നത്തിൽ ഇപ്പൊ തന്നെ ഒരുപാട് പാരിസ്ഥിതിക അപകടം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങളാരും ഇന്ന സാധനങ്ങൾ ഉപയോഗിക്കരുത്, അവരുപയോഗിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇതുപോലെയാണ് ആണുങ്ങൾ ഇപ്പൊ തന്നെ പോയിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുണ്ട്. ഇപ്പൊ തന്നെ അവിടെ പാരിസ്ഥിതിക പ്രശ്നമുണ്ട്. ഇനി നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞാൽ എന്നാൽ ഇപ്പൊ പോകണ ആണുങ്ങൾ കുറച്ച് മാറി നിന്നാൽ മതി, സ്ത്രീകൾ കുറച്ച് പോയിക്കോട്ടെ. സാറ് വളരെ ചെറുപ്പക്കാർ കുട്ടികളുമായിട്ട് ക്ലാസ് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരം ഒരു യങ് ജനറേഷന്റെ ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം എന്താണ്? അത് നമുക്ക് ഏറ്റവും കൂടുതൽ വേദന തോന്നുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ യങ് ജനറേഷൻ്റെ കുട്ടികൾക്ക് പോലും നമ്മൾ ഈ ഒരു ജെൻഡർ ഇഷ്യൂവിൽ വളരെ സ്ത്രീയുടെ ഒരു അവകാശമാണെന്ന് പറയുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം തന്നെ പരിമിതമാണ്. അത്രയേറെ പരുവപ്പെട്ടു പോയിരിക്കുന്നു കുട്ടികൾ നടത്തും. അതാണ് ഒരുപക്ഷെ കഴിഞ്ഞ തലമുറ, ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്തുള്ള ഞങ്ങൾ കണ്ട സ്ത്രീകളുണ്ടല്ലോ, അവരെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നമ്മളെ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ എത്രയോ പിറകോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സാറ് പറഞ്ഞ മാതിരി ആ മീനിന്റെ കാര്യം അതാണ് കണ്ടീഷനിങ്ങിന്റെ പ്രശ്നമാണ്. ഇതിന്റെ മറുവശമേ ഇല്ല, ഇത് അദ്ദേഹം നിൽക്കുന്ന, ഇത് നമ്മൾ സത്യസന്ധമായി പറയുന്നൊരു കാര്യമല്ല. ഇദ്ദേഹം നിൽക്കുന്ന ഒരു ലെഫ്റ്റ് ലിബറൽ ഭൂമികയാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ഇദ്ദേഹം നിൽക്കുന്ന സ്റ്റാൻഡ് പോയിന്റ് അതാണ്. ഞങ്ങളൊക്കെ നിൽക്കുന്നത് ഒരു റൈറ്റ് ബിലീവേഴ്സ് പാരഡൈമാണ്. ഇത് ശരിയോ തെറ്റോ നിങ്ങൾക്ക് വാദിക്കാം. ഞങ്ങൾ വാദിക്കും ഇവർ അവിശ്വാസികളാണെന്ന്, ഇവർ വാദിക്കും ഞങ്ങൾ പിന്തിരിപ്പന്മാരാണ്. ഇവർ സ്വയം പുരോഗമനവാദികൾ എന്ന് പറയും, ഞങ്ങൾ പറയും ഇവർ പുരോഗമനവാദികളല്ല, ഇവർ അനാർക്കിസ്റ്റുകളാണ്. ഈ രണ്ട് ഭൂമികകളുണ്ട്. ഇന്നത്തെ കുട്ടികൾ വീണ്ടും പഴയ ലെഫ്റ്റ് ലിബറലിൽ നിന്ന് ഈ റൈറ്റ് റെസ്പോൺസിബിളിലേക്ക് പൊക്കോണ്ടിരിക്കുക. അത് അദ്ദേഹം പറഞ്ഞ സത്യമാണ്. കാര്യം എന്താ അറിയാമോ? ഈ ഭൂമിക ഇന്നല്ലെങ്കിൽ നാളെ ചെന്ന് അവസാനിക്കുന്ന അപകടമാണെന്നും പഴമയുടെ നന്മകൾ നമ്മൾ ഉൾക്കൊണ്ട് മാത്രമേ
രാഹുൽ ഇവിടെ ഉയർത്തുന്ന ഒരു വാദങ്ങളോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയുന്നില്ല. ഒരാളുടെയും വികാരത്തെ വ്രണപ്പെടുത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല, ഒരു വിശ്വാസ പ്രമാണത്തെയും തകർക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ സ്ത്രീ ആയതുകൊണ്ട് 10 വയസ്സിനും 57 വയസ്സിനും ഇടയിലുള്ള ഞങ്ങളുടെ കാലത്ത് ഞങ്ങളുടെ ആ ദൈവത്തെ ആരോ ആയിക്കോട്ടെ, എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുന്നവരാണ്. ഞാൻ ക്രിസ്ത്യൻ പള്ളിയിൽ പോയി ആരാധന നടത്തുന്ന ഒരാളാണ്. മുസ്ലിം മതവിശ്വാസം പോകാവുന്നിടത്തോളം, മുസ്ലിം മതവിശ്വാസത്തിന് കുറച്ച് സ്ഥലത്തെ സ്ത്രീകൾക്ക് പോകാൻ പറ്റൂ, ആ പോകാൻ പറ്റുന്ന സ്ഥലത്ത് പോയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ശബരിമല അയ്യപ്പനെ കുഞ്ഞുനാൾ തൊട്ട് വൃശ്ചിക പുലരിയായാൽ നേരം വെളുക്കുമ്പോൾ കുളിച്ച് വരുന്ന എന്ന് വെച്ചാൽ അങ്ങനെ നിഷ്ഠയോടുകൂടി ജീവിച്ച് വളർന്ന ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ശബരിമല അയ്യപ്പനെ കാണാൻ ഒരു അവസരം തരാത്തതിന് ഏത് നീതിശാസ്ത്രം വെച്ച് നിങ്ങൾ ന്യായീകരിച്ചാലും അതിനോട് യോജിക്കാൻ പറ്റില്ല. രാഹുൽ പറഞ്ഞ പോലെ പൊങ്കാല ഇടാൻ എല്ലാ പുരുഷന്മാർക്കും പൊങ്കാല ഇടാം, നാരി പൂജ എല്ലാ പുരുഷന്മാർക്കും ചെയ്യാം എന്ന് ഒരു തീരുമാനം ഇവിടെ വന്നാൽ ശബരിമല കയറാൻ പറ്റുമോ? ഞാൻ ആദ്യം തുടക്കത്തിലേ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ വിഷയമാണ്. ഒരു ക്ഷേത്രം പ്രതിഷ്ഠിക്കും. അല്ല, പറഞ്ഞുതരാം, പറയാം ഒരു നിമിഷം. നമുക്ക് ആ ക്ഷേത്രത്തിന്റെ ഒരു സങ്കല്പമുണ്ട്. ഈ രാജ്യത്തുള്ള നമ്മുടെ കേരളത്തിലുള്ള മൊത്തം ക്ഷേത്രങ്ങളും, ഭാരതത്തിലെ മൊത്തം ക്ഷേത്രങ്ങൾക്കും ഒരു ആചാര അനുഷ്ഠാന വിധിയുണ്ട്. ആ വിധി അനുസരിച്ച് ശബരിമലയെ സംബന്ധിച്ച് ഇങ്ങനൊരു കാഴ്ചപ്പാടുണ്ട്. നാളെ ഈ ആഗ്രഹങ്ങളെല്ലാം കാരണം കോടതി പറയുന്നു നിങ്ങൾ കയറിക്കോ, ആരാ തർക്കം? വേറെ ആരെങ്കിലും ഞങ്ങളാരെങ്കിലും ചെന്ന് പിടിച്ച് വലിക്കുവോ? ഇല്ല, കോടതി പറഞ്ഞ കയറാം. അത് അവരുടെ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. അനുഷ്ഠാനം എന്ന് അതാ തുടക്കം പോലെ പറഞ്ഞു. ഒരു അനുഷ്ഠാനം ലിഖിതമായതൊരെണ്ണം നിലനിൽക്കവേ അതിനെ നിഷേധിച്ച് പറയാൻ ഒരു കോടതിക്കും അവകാശമില്ല. ഗുരുവായൂർ സത്യാഗ്രഹവും നടന്ന കാലഘട്ടത്തിലാണ് അവിടെ പുനഃപ്രതിഷ്ഠ നടത്തി. ഈ പുതിയ പ്രതിഷ്ഠ നടത്തിയതും ഈ അനുഷ്ഠാനങ്ങൾ അവിടെ തീരുമാനമായതും കാലഘട്ടം നവോത്ഥാനത്തിന്റെ കാലഘട്ടം. നമ്മുടെ ഇഷ്യൂ ആത്മാർത്ഥമായി പറഞ്ഞത് ഇത് ജെൻഡർ ഇക്വാലിറ്റിയുടെ പ്രശ്നം ഇല്ല ഇവിടെ. ഇത് ജെൻഡർ ഇക്വാലിറ്റിയുടെ പ്രശ്നത്തിലൂടെ പ്രശ്നം. പറഞ്ഞാൽ നൈഷ്ഠിക ബ്രഹ്മചാരി അയ്യപ്പനാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി എന്നല്ല. വരുന്ന ആൾക്കാർ നൈഷ്ഠികമായി ബ്രഹ്മചര്യം എടുത്ത് വിഷയ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് വരണം. നാളെ നാളെ ഞാൻ പറയുന്നു എനിക്ക് പറ്റില്ല, എനിക്ക് വെള്ളം ഇട്ടുകൊണ്ട് ശബരിമലയിൽ പോകണം. 41 ദിവസം എനിക്ക് വ്രതം എടുക്കാനും പറ്റില്ല, ഞാൻ ബാക്ക് പാക്ക് ചെയ്തേ. ഇരുമുടിക്കെട്ട് ഞാൻ യൂസ് ചെയ്യില്ല. രാഹുൽ ഒരു കാര്യം ചോദിച്ചിട്ട്, രാഹുൽ ഇപ്പൊ പറഞ്ഞ ഉത്തരത്തിൽ നിന്ന് അങ്ങോട്ട് വരാം. നൈഷ്ഠിക ബ്രഹ്മചാര്യം അനുഷ്ഠിച്ചു വേണം അവിടെ വരാൻ. ഈ യുവതികൾ വന്നാൽ ഇവന്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെടും. ഇവന് വേറെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നു. 100% അല്ല. ഇതിൽ ഒരു ഫണ്ടമെന്റൽ ഡിബേറ്റ് ഉണ്ട്, അത് വലിയ ടോപ്പിക് ആണ് പോകുന്നില്ല. പക്ഷേ ഏറ്റവും സിമ്പിൾ ആയിട്ട് വിവേകാനന്ദനെ പോലെ വളരെ മോഡേൺ കോട്ട് ചെയ്ത് ഇതിന്റെ ഫൗണ്ടേഷൻ എന്താ ഞാൻ പറയാം. 1896 രാജയോഗ എന്ന അദ്ദേഹത്തിന്റെ ലോകപ്രസിദ്ധമായ പുസ്തകത്തിൽ പേജ് നമ്പർ 60-61 വ്യത്യസ്ത തരം ബ്രഹ്മചര്യങ്ങളുണ്ട്. ഒന്ന് ഉപകുർവണ ബ്രഹ്മചര്യം എന്നാണ്, അതായത് കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ കല്യാണം കഴിക്കാം, ആ സമയത്തേക്ക് മാത്രം ബ്രഹ്മചര്യം എടുത്താൽ മതി. നൈഷ്ഠിക ബ്രഹ്മചര്യം ഇന്റൻസ് സെലിബസി എന്നാണ് വിളിക്കുന്നത്. ഈ 41 ദിവസം കുണ്ടലിനി യോഗത്തിന്റെ ബേസ് സെക്ഷുവൽ എനർജിയെ സബ്ലിമേറ്റ് ചെയ്ത് സ്പിരിച്വൽ എനർജി ആക്കുക. അതൊക്കെയാണ് ഇതിന്റെ ടെക്നിക്കാലിറ്റീസ്. മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് എനർജി പോകുന്ന രാജയോഗ പ്ലസ് ഭക്തിയോഗ സിസ്റ്റമാണ് ശബരിമലയുടെ താന്ത്രിക്. ഇത് സ്ത്രീക്കുണ്ടാവില്ലേ? ഇത് സ്ത്രീക്കല്ല, ഇത് പുരുഷന്മാരിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശബരിമലയുടെ ബേസ്. വേറൊരു അമ്പലത്തിൽ അല്ലെങ്കിൽ ഉദാഹരണം കാര്യങ്ങളിൽ ആ കാര്യങ്ങളിൽ വേറൊരു സിസ്റ്റമാണ് അവിടെ ഫോളോ. ഇത് ശബരിമലയുടെ ബേസിക് സിസ്റ്റമാണ്. ഇത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, റിജക്ട് ചെയ്യാം. ഇത് വെറുതെ ആണെന്ന് പറയാം, അല്ലാണെന്ന് പറയാം. പക്ഷേ രാഹുൽ കെട്ടിപ്പൊക്കുന്ന വാദഗതികൾ ഒന്നും തന്നെ സ്ത്രീകളെ ഭഗവാനെ ദർശിക്കുന്നത് മാറ്റി നിർത്തുന്ന യുക്തിസഹമായി ഇപ്പോഴും സ്ത്രീകളുടെ ഇടയിലും യുവതികളുടെ ഇടയിലുമാണ് നടക്കുന്നത്. ഇതിന്റെ തിയറിറ്റിക്കൽ ബേസ് ഇതാണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് എന്റെ കണ്ടെത്തലൊന്നുമല്ല. ഞാൻ ഒരു വരി കൂടെ
ഞാൻ പറയുന്നത് ഹൈക്കോടതി വിധിന്യായത്തിൽ ഇദ്ദേഹത്തിന്റെ ഇരിക്കുന്ന കോപ്പിയിൽ 40-ാം പാരാഗ്രാഫിൽ ജസ്റ്റിസ് മുഖർജി എന്ന് പറയുന്ന 4ാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നൈഷ്ഠിക ബ്രഹ്മചര്യത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് വിഷയങ്ങളിൽ നിന്ന് മാറി, അതായത് സ്ത്രീ സാന്നിധ്യത്തിൽ നിന്നും കുടുംബജീവിതത്തിൽ നിന്നും മാറി. ഇപ്പൊ അതെ, അത് തന്നെയാ പോയിന്റ്. മാളികപ്പുറത്തമ്മേ അയ്യപ്പനും മാറിയിരിക്കുന്നു, ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നു. ശബരിമല പോകുമ്പോൾ നമുക്ക് എല്ലാം അറിയാം, വ്രതം എടുക്കുമ്പോൾ സ്വന്തം ഭാര്യയോട്, അതായത് സ്വന്തം ഭാര്യയോടുള്ള ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് പോലും മാറി നിൽക്കുന്നു. എന്താ, ഭാര്യ അശുദ്ധയായിട്ടാണോ? അതായത് അയ്യപ്പന്മാരായിട്ട് വരുന്ന വ്യക്തി സ്വന്തം ദാമ്പത്യ ജീവിതത്തിനുള്ളിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചാ വരുന്നത്. എന്താ, ഭാര്യ മോശമായോണ്ടാണോ? സെക്സ് അശുദ്ധമായോണ്ടാണോ? ഇതൊരു സിസ്റ്റം ബിൽഡ് ചെയ്യും. രാഹുൽ, എനിക്ക് രാഹുലിനോട് ചോദിക്കാം. രാഹുൽ പറഞ്ഞു 41 ദിവസം ഒരു പുരുഷൻ വ്രതമെടുത്ത് എല്ലാ നൈഷ്ഠിക ബ്രഹ്മചര്യവും നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഈ പറയുന്ന ബാഹികമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും മാറ്റിവെച്ചു. പക്ഷേ ഈ 41 ദിവസം ഇതേ വ്യക്തി ഭാര്യയുടെ മക്കളെയും കൂടെ ഒരു വീട്ടിലാണ് ജീവിക്കുന്നത്. ഉത്തരം, പണ്ട് മുതൽ സീരിയസ് ആയിട്ട് നിഷ്ഠ എടുക്കുന്നവർ വീട്ടിൽ നിന്ന് മാറി. ഞങ്ങൾ പോലും സീരിയസ് ആയിട്ട് ഇതിന് വ്രതം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, കുണ്ടലിനി യോഗ പ്രകാരം ഇതിൽ സീരിയസ് ആയി വ്രതം എടുക്കാൻ ആഗ്രഹിക്കുകയും ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് നേടണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇത്രയും നിഷ്ഠകളോടുകൂടിയേ വരാറുള്ളൂ. നിങ്ങൾ, ഞാൻ പറയുന്ന ഇപ്പൊ സാധാരണ ആൾക്കാർ 1 മണിക്കൂർ, ഞാനിപ്പോ 1 മണിക്കൂർ ശബരിമലയ്ക്ക് പോവാണ് എന്ന് പറഞ്ഞ് ശബരിമലയ്ക്ക് പോകുന്നു. അതിന് നിങ്ങൾ കണ്ണടച്ചു. മലയിൽ നിങ്ങളുടെ ഇറങ്ങേണ്ട താമസം ബീഫും പൊറോട്ടയും വാങ്ങിച്ചു കഴിക്കുന്നു. എന്തോ ഇവൻ ഇത്രയും ദിവസം ഇതങ്ങോട്ട് കാടിച്ച് പിടിച്ചു വെച്ചിട്ടാണ് ഇവൻ കയറുന്നിറങ്ങി അല്ലെ? ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ കണ്ണടയ്ക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്ത എന്തുകൊണ്ട്? മനുഷ്യർക്ക് അവരുടെ ഇഷ്ടപ്രകാരം അവന്റെ ചിന്തകളെ സ്വാംശീകരിക്കാൻ പറ്റില്ല. അവൻ ജീവിക്കുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ്. 41 ദിവസം വ്രതമെടുത്താലും മഹാത്മാഗാന്ധിജിയുടെ എന്റെ സത്യാന്വേഷണ പരിഷ്കൃതിയിൽ ഒരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം അദ്ദേഹം അതിൽ പരാജയപ്പെട്ടതായിട്ട് തുറന്ന് സമ്മതിക്കുമ്പോൾ ഈ 41 ദിവസത്തെ വ്രതം എന്ന് പറയുന്നത് മനുഷ്യ സൈക്കോളജി, മനുഷ്യ ഫിസിയോളജി അറിയാത്തത് കൊണ്ടാണ്. അങ്ങനെ ഒരു മനുഷ്യനും മാറി നിൽക്കാൻ സാധ്യമല്ല. അതാണ് ഈ പൊറോട്ട വാങ്ങിച്ചു. ഒരു കാര്യം കൂടെ, ഇദ്ദേഹം പറഞ്ഞത് പകുതി സത്യമാണ്, വളരെ കഠിനമാണ്. ആ കഠിനമായ സാധനത്തിന് വേണ്ടി ആൾക്കാരെ ട്രെയിൻ ചെയ്യലാണത് സാധാരണ. ഒരു സെക്കൻഡ്, ഈ പറഞ്ഞ ഭാഗ്യലക്ഷ്മി ചേച്ചി ഇന്നത്തെ കാലത്തിൽ പല ആൾക്കാരും പോയിട്ട് വരുന്നില്ലേ? ഇന്ന് രാവിലെ തീരുമാനിച്ച് ഇന്ന് ഉച്ചയ്ക്ക് പോയി ഇന്നുമായിട്ട് ഇറങ്ങുന്നവരുണ്ട്. പക്ഷെ അത് നമുക്ക് ചെക്ക് ചെയ്യാൻ മെക്കാനിസം ഇല്ല. ഒരാൾ കറപ്പിട്ട് നമ്മുടെ ഇത് ചെക്ക് ചെയ്യാൻ മെക്കാനിസം ഒന്നും ഈ സിസ്റ്റം ഓൾറെഡി ഉണ്ട്. കാര്യം യുവതികളാണ്. ഞാൻ പറഞ്ഞത് ഈ കുണ്ടലിനിയൊക്കെ ഉയർത്താൻ വേണ്ടിയിട്ട് വളരെ സിദ്ധിയൊക്കെ ഉള്ള തന്ത്രിയായിട്ടുള്ള അതാണല്ലോ അവിടെ മേൽശാന്തിയൊക്കെ ആയിട്ട് തന്ത്രിയായിട്ട് വരുന്ന ആള് അവിടെ ക്യൂ നിന്നിട്ട് അയ്യപ്പന്മാരെ, ഞാനവിടെ പോയാളാ, അയ്യപ്പന്മാര് ക്യൂ നിന്നിട്ട് കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് കാണാൻ സമ്മതിക്കുന്നത്. ഏത് കുണ്ടലിനി ഉയർത്തിയ ആളാണ്. ഇവരും അതിന്റെ ഭാഗത്താണ്. എന്തൊരു കള്ളത്തരമാണ്. തന്ത്രി അകത്തിരിക്കുന്ന ആളല്ലേ, എങ്ങനെ തന്ത്രിക്ക് വെളിയിൽ നിന്ന് കാശ് മേടിക്കാം? മേൽശാന്തിക്ക് വേറെ റൂമുണ്ട്, ക്യൂ നിന്നിട്ട് കാശ് കൊടുത്തിട്ടാണ് മേൽശാന്തി കാശ് കൊടുത്തിട്ട് ഭക്തന്മാരുടെ ഇദ്ദേഹം പറഞ്ഞ സത്യമാ. പക്ഷെ അതിന്റെ അർത്ഥം എന്താ? അത്രമാത്രം നിഷ്ഠയോടുകൂടി ക്യാമറയിൽ ഇവർ ഏറ്റവും മിനിമം ഡ്രസ്സിൽ പോയി ഇതിന്റെ ഇടയിൽ കാശ് കൊണ്ടുവരുന്നത്. അത് ആരാ എണ്ണമേ? തന്ത്രിമാരൊന്നുമല്ല, ദേവസ്വം ബോർഡ് വെളിയിൽ നിൽക്കുന്ന ജീവനക്കാരാ. അപ്പൊ ഒരു സെക്കൻഡ്, ഇദ്ദേഹം പറഞ്ഞ കാശ് ഇതൊക്കെയാണ് ഇതിന്റെ ഞങ്ങൾക്ക് സംശയം തോന്നാനുള്ള കാരണം. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് പെട്ടെന്ന് നമുക്കൊരു ഉദയം വന്നതാണ് ബിന്ദുവിന് ആഗ്രഹം പോകാൻ. എല്ലാ യുവതികൾക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു ചർച്ച ഒരു അവസരം വരുമ്പോ പറയുന്നതാ. കാരണം അവസരം എങ്ങനെ വന്നു? ഈ വിഷയത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം നമ്മൾ അന്വേഷിക്കണം. ഇത് എല്ലാ മതങ്ങളും സ്ത്രീ വിരുദ്ധമാണ്. അപ്പൊ പറയും ഹിന്ദു മതമോ? ഇവിടെ കേരളത്തിന്റെ കാര്യം ഇദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അവകാശമില്ലാതിരുന്ന കാലഘട്ടമുണ്ട്. അങ്ങനൊന്നും ഉണ്ടായിട്ടില്ലേ? ഞാനൊരു സ്ത്രീ ആണെങ്കിൽ സ്ത്രീക്ക് വേണ്ടി വാദിക്കുകയല്ല, ഞാനൊരു മനുഷ്യനാണ്, ഹ്യൂമൻ ബീങ്. ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് ചിലത് പറയാനുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വാദിക്കുന്നത്, സ്ത്രീക്ക് വേണ്ടിയേ അല്ല.
ഈ വാവരെയും മറ്റു പലരെയും ഒക്കെ അവിടെ അടുപ്പിക്കുന്നു ശബരിമലയിൽ അല്ലേ. അവിടെ പിന്നെ മറ്റു മതസ്ഥരെ എല്ലാം പിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത് വലിയൊരു വിശാലമായ കാഴ്ചപ്പാടാണ്. അവിടെ പോലും അതിലും ഏത് ജീവികളെ പോലും ഏത് ഇഴജന്തുക്കളെ പോലും കയറ്റാൻ പറ്റുന്നിടത്ത് സ്ത്രീയെ പറ്റില്ല, യുവതിയെ പറ്റില്ല. കാരണം അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് പോകുന്ന ഏതോ ഒരു സാധനമായിട്ട് തരം താഴെപ്പെടുകയാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ ഇവിടെ കയറ്റാൻ പറ്റും. പിന്നെ എനിക്ക് സങ്കടം തോന്നിയിട്ടുള്ളൂ, സ്ത്രീയെ മാറ്റി നിർത്തിയത് കൊണ്ടല്ല, ഈ പറയുന്ന മഹാശക്തിയായ അയ്യപ്പനെ അല്പം ഇകഴ്ത്തുകയാണോ എന്ന് എനിക്കൊരു സംശയം. കാരണം ഞാൻ ഹൈന്ദവ വിശ്വാസി അല്ലാഞ്ഞിട്ട് പോലും എനിക്ക് വളരെയധികം വേദന തോന്നും. കാരണം ഏതെങ്കിലും ഒരു യുവതി അതിലെ കൂടെ കയറി ചെന്നാൽ അല്ലെ കണ്ടാൽ ഉടനെ തകർന്നു പോകുന്ന ഒന്നും ഉള്ള ഒരാളല്ല ദൈവം പൂർണ്ണനാണ്. പൂർണ്ണനായ ദൈവത്തെ തേടിയാണ് നമ്മൾ ഓരോ മനുഷ്യനും പോകുന്നത്. നമ്മൾ മനുഷ്യരെ പോലെ കുറവുകളോ ബലഹീനതയോ ഉള്ളവരല്ല. ദൈവത്തിന്റെ സൃഷ്ടിയിലെ ഒരു മിസ്റ്റേക്ക് അല്ല സ്ത്രീ. അതുപോലെ തന്നെ ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ അടുത്തല്ല എൻ്റെയൊക്കെ ഫ്രണ്ട്സ് ഒരുപാട് പേര് വിഷമിക്കുന്ന ഞങ്ങളുടെ. കാരണം ഇവരുടെ ഈ പ്രശ്നങ്ങൾ കാരണം തന്നെ ഇവർക്ക് പോകാൻ പറ്റുന്നില്ല. ഈ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ പറഞ്ഞു അതല്ല പ്രശ്നം, സത്യത്തിൽ ഏതാണ് പ്രശ്നം ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ യുവത്വം എന്ന് ഈ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോ ഈ നമ്മുടെ എന്താ പറയണ്ടേ പ്രായം അത് വളരെയധികം കുറഞ്ഞു പോകുന്നൊരു കാലഘട്ടമാണിത് അല്ലേ. ഈ 50 വയസ്സ് വരെ ഞാൻ എൻ്റെ അയ്യപ്പനെ കാണാൻ തീവ്രമായിട്ട് ആറ്റുനോറ്റിരുന്നിട്ട് 50 വയസ്സ് വരെ ഞാൻ എത്തിയില്ലെങ്കിൽ എന്താണ് എൻ്റെ വേദന? എത്രയോ സ്ത്രീകൾ അങ്ങനെ കാത്തിരിക്കുന്നു. മതത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ സമയാസമയങ്ങളിൽ വരണം. അത് ഏത് മാത്രമായിട്ട് ക്രിസ്ത്യനായിട്ട് മുസ്ലിമായിട്ട് ഹിന്ദു എവിടെയും കാലോചിതമായ മാറ്റം വരും. ഇപ്പൊ ഇവിടെ എല്ലാവരും പറഞ്ഞു സ്ത്രീക്ക് പോകാൻ തന്നെ ഭയവാ. അങ്ങനെ അടിച്ചമർത്തപ്പെട്ട ഒരു സാഹചര്യമാണത്. ആരാണ് സതി സമ്പ്രദായം നിർത്തലാക്കിയത്? ഒരു സ്ത്രീ അല്ല, രാജാറാം മോഹൻ റായ് അല്ലേ സതി സമ്പ്രദായം നിർത്തലാക്കിയത് അല്ലേ. ഈ സ്ത്രീ മാത്രം മുറവിളി കൂട്ടിയതുകൊണ്ടൊന്നും അല്ല. കാരണം അതാണ് സാറ് പലരും പറഞ്ഞ പോലെ അതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. മതത്തിന്റെ കാതലെന്ന് പറയുന്നത് കാരുണ്യമാണ് അല്ലെ. ഗുരുനാനാക്ക് പറഞ്ഞേക്കുന്നതാണ്. പിന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു ഹിംസ എന്ന് പറയുന്നത് പിന്നെ കൊല്ലുന്നത് മാത്രമല്ല, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ മറ്റുള്ളവർക്ക് ക്ലേശം ഉണ്ടാക്കുന്നത് എല്ലാം ഹിംസയാണെങ്കിൽ ഒരുപാട് സഹോദരിമാര് ഹിംസിക്കപ്പെടുന്നു. പെട്ടെന്ന് പറയാം, ഇത് പ്രജ്ഞാവാദം എന്ന് പറയുന്ന മായാവാദമാണ്. ഇതിന് ആ റേഞ്ചിൽ തന്നെ ഞാൻ തിരിച്ച് മറുപടി പറയാം. ആ റേഞ്ചിൽ ഒരു സെക്കൻഡ് പറഞ്ഞോട്ടെ. ഞങ്ങൾ പുരുഷന്മാർ എത്രയോ നൂറ്റാണ്ടുകളായി നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്നു. നിങ്ങളുടെ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു. പക്ഷേ ആറ്റുകാൽ പൊങ്കാലയിൽ നിങ്ങൾ ഇങ്ങനെ മാറ്റി നിർത്തുന്നു. പുരുഷനെ ഈ കണ്ടോ, ഈ ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് ശരിയാണെന്നല്ല പറയുന്നത്. നിങ്ങളുടെ വാദഗതി ഒരു സെക്കൻഡ്. ആ നാരീ പൂജയ്ക്ക് പോകാൻ വേണ്ടി എത്രയോ എന്റെ കൂട്ടുകാർ കണ്ണീർ പൊഴിക്കുന്നു. പക്ഷെ നാരീ പൂജയ്ക്ക് ഞങ്ങളെ കേൾക്കുന്നില്ല. എനിക്ക് ഈ പുരുഷന് മേലുള്ള അടിച്ചമർത്തൽ, സ്ത്രീയുടെ പുരുഷന് മേലുള്ള ഈ കടന്നാക്രമണത്തെ പ്രതിഷേധിക്കാൻ നമ്മൾ പുരുഷന്മാരെല്ലാം നാളെ സാരി കെട്ടി നാരീ പൂജയ്ക്ക് പോയി തൊഴണം. സ്ത്രീ വിരുദ്ധമായ നിലപാടിൽ നിന്നുകൊണ്ട് ഇവിടെ പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നത് വാസ്തവത്തിനെതിരെ കണ്ണടക്കിയാണ്. ഇത് ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നത് മാറ്റി നിർത്തപ്പെടുന്നത് സ്ത്രീകളോ പുരുഷന്മാരോ? എന്ത് കപട രീതിയാണ് സ്വീകരിക്കുന്നത്? ഇന്ത്യയിലെ നിയമങ്ങൾ പുരുഷനെതിരെയാണ് മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആന്റി ഡൗറി ലോ, ആന്റി മാരേജിന്റെ സേഫ്റ്റി, ആന്റി ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉപയോഗപ്പെടുന്നു. അതൊന്നും ശബരിമലയോ ചക്രവർത്തിയോ വലിയ കാര്യമല്ല. വേണമെങ്കിൽ എനിക്ക് പറഞ്ഞ വിഷയം വലുതാക്കാം. പോയാലേ പറ്റൂ. എന്റെ സഹോദരൻ ഈ പറയുന്ന സ്ഥലത്ത് പോണം. നമ്മൾ പുരുഷനും സ്ത്രീയും ഒരുപോലെ ചേർന്ന് പോകുന്ന നാരീ പൂജ എന്ന് പറഞ്ഞ സ്ത്രീ പൂജ എന്നാണ് അർത്ഥം. ഞാൻ എന്തിനാ അവിടെ പോണേ? അല്ല, ഇവര് പറയുന്നത് എന്താ അറിയോ? ആരാന്റെ ചെലവിൽ വിപ്ലവം നടത്തുക. ഇവർക്ക് യാതൊരു ബന്ധവും കാര്യങ്ങളും. ആധുനിക കാലഘട്ടത്തിൽ സ്ത്രീകൾക്കും ശബരിമലയിൽ പോകാൻ സാധിക്കും, കഴിയണം, അനുവദിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ശബരിമലയ്ക്ക് പോകാൻ ഒരു അവസരം കിട്ടിയ ഇനിയിപ്പോ കോടതി നിയമം വന്നാൽ, തീരുമാനം വന്നാൽ പോവോ? തീർച്ചയായും പോകും. അവസരം കിട്ടിയാൽ ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. തീർച്ചയായും പോകും. കാര്യം നാരി കയറാൻ മലയല്ല, യുവതി കയറാൻ മലയെന്ന് നമുക്ക് തിരുത്തേണ്ടി വരും. കാരണം യുവതികൾക്കാണല്ലോ അവിടെ വിലക്ക് കൽപ്പിച്ചിരിക്കുന്നത്. യുവതി പിന്നെ ഈ വയസ്സാകുന്ന 50 വയസ്സ് വരെ എന്നാണ് പ്രായം പറഞ്ഞിരിക്കുന്നത്. ഈ 50 വയസ്സ് കഴിഞ്ഞാൽ ആർത്തവം നിൽക്കാത്ത സ്ത്രീകളുണ്ട്. എന്നാൽ പിന്നെ ഈ 50 വയസ്സെന്നുള്ളതിന് എന്ത് അർത്ഥം ഇരിക്കുന്നു? അപ്പോൾ തൊട്ടുകൂടായ്മ ആണ് എങ്കിൽ അങ്ങനെ ഒരു ആർത്തവത്തിൻ്റെ കാര്യത്തിൽ ഒരു വിലക്ക് വെച്ചിട്ടാണ് പോകാതിരിക്കുന്നതെങ്കിൽ 50 വയസ്സെന്നുള്ള ഒരു പ്രായപരിധി ഒരു കണക്കിലുള്ളതല്ല. പിന്നെ യുവതികളുടെ സുരക്ഷിതത്വം ഇപ്പം അല്ലാതെ തന്നെ
ഇപ്പോൾ നാട്ടിലാണെങ്കിലും പുറത്തിറങ്ങിയാൽ സുരക്ഷിതത്വം ഇല്ലായ്മ തന്നെയാണ്. അപ്പോൾ ഇനി നമ്മുടെ ഗവൺമെൻറ് ഈ ശബരിമലയിൽ പോകാൻ ഒരു അവസരം യുവതികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സുരക്ഷിതത്വം അവർ നോക്കിക്കൊള്ളൂ എന്ന് തന്നെയാണ് വിശ്വാസം. അതുകൊണ്ട് യുവതികളെ പോകാൻ അനുവദിക്കണം എന്ന് വേണം പറയാൻ. നമ്മുടെ ഇന്നത്തെ സാഹചര്യം വെച്ചാൽ 50 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. അപ്പോൾ ആർത്തവം നിർന്നതിന് ശേഷം പോകാമെന്ന് എങ്ങനെയാ പറയാൻ പറ്റുക? അതിനു മുമ്പ് പോകാൻ പറ്റാൻ പോകണം. ഞാൻ ഒരു വിശ്വാസിയാണ്, അയ്യപ്പ ഭക്തയുമാണ്. എനിക്ക് അയ്യപ്പനെ അവിടെ പോയി ദർശിക്കാൻ കഴിയുകയാണെങ്കിൽ എനിക്ക് പോവുക തന്നെ വേണം. അത് എൻ്റെ ഒരു അവകാശം കൂടിയല്ലേ? വിശ്വാസി എന്ന നിലയിലും ഒരു ഇന്ത്യൻ പൗര എന്ന നിലയിലും എൻ്റെ അവകാശമല്ലേ? അതിനെ എങ്ങനെ നിഷേധിക്കാം? ഒരു ചോദ്യം, യുവതി എന്നതിന്റെ നിർവചനം അതൊന്ന് പറയാമോ? അതായത് ഇന്നത്തെ യുവത്വത്തിൽ എന്താണ് നിലപാടെന്ന് ചോദിച്ചു. ഇദ്ദേഹം പങ്കെടുത്ത ഒരു TV ഷോയിൽ അവര് ട്രിവാൻഡ്രം വിമൻസ് കോളേജിൽ വന്നിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്തു. അവിടെ പറഞ്ഞു കേട്ട അഭിപ്രായങ്ങളാണ് ഇവിടുത്തെ ചുണക്കുട്ടികളായ പെൺകുട്ടികളും യുവതിയും പറഞ്ഞത്. അതായത് മാറ്റം ദർശനമാണ്, മാറ്റം മാറുന്നു എന്നുള്ളതാണ് ഈ കുട്ടികൾ പറഞ്ഞ തെളിവ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവർ എത്ര കാലം എടുത്താലും ഭക്തരുടെ ഭൂരിപക്ഷം എടുത്ത ശബരിമലയ്ക്ക് ടോപ്പ് രണ്ട് കാര്യങ്ങൾ യുവതിയിലേക്ക് വരാം. ഒന്ന്, ഈ ചർച്ചകൾ സ്വാഗതം ചെയ്യുന്നു. വിശ്വാസം ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്തതാണ് എന്നൊരു വാദഗതി ഞങ്ങൾക്കില്ല. ചരിത്രമാണ്, ആചാരമാണ്, അതുകൊണ്ട് എന്നും നിലനിൽക്കണം എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ചോദ്യം ചെയ്യണം, ശരിയല്ലെങ്കിൽ മാറ്റാം. പക്ഷേ ഞങ്ങൾ വാദിക്കുന്ന ശരിയാണെന്നാണ്. നിങ്ങൾക്ക് തീർച്ചയായും ശരിയല്ലെന്ന് വാദിക്കാൻ ഒരു സ്പേസ് ഉണ്ട്, ഞങ്ങൾക്ക് ശരിയാണെന്ന് വാദിക്കാനും. ഇതിന്റെ ഈ ചർച്ചകളുടെ സമന്വയം വരട്ടെ. അതുകൊണ്ട് അന്ധമായി കഴിഞ്ഞ കാലങ്ങളിലേക്ക് പിടികൂടണമെന്നോ അന്ധമായി പുരോഗതിയുടെ പേരിൽ എല്ലാം മാറ്റണമെന്നോ അഭിപ്രായമില്ല. ചർച്ചകൾ നല്ലതാണ്. അത് പൊതുസമൂഹത്തിനും വിശ്വാസത്തിനും ജനാധിപത്യത്തിനും ശക്തി പകരും. 2, യുവതി എന്നുള്ളത് എൻ്റെ ഡിഫിനിഷൻ അല്ല. മുമ്പ് 12 മുതൽ 55 വയസ്സ് വരെ ഉള്ളതായിരുന്നു. അതിനുശേഷം 10 മുതൽ 50 വരെ എന്ന് ഹൈക്കോടതി ചിട്ടപ്പെടുത്തിയതാണ്. ഇവിടെ യുവതി ഉദ്ദേശിക്കുന്നത് കുറെ കൂടെ വളരെ സങ്കീർണമായ ഒരു സ്പിരിച്വൽ പ്രാക്ടീസാണ്. പോട്ടെ, എന്നാലും പറയാം, പറ്റുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരു ദിവസം 40 ദിവസം വ്രതം എടുത്ത് നോക്കണം. അതായത് എതിർ ലിംഗത്തിൽ വരുന്നവരോടുള്ള സാമീപ്യമില്ലാതെ, നമുക്ക് താല്പര്യമുള്ള ആഹാരങ്ങൾ ഭക്ഷിക്കാതെ, സൗന്ദര്യം, സ്വന്തമായ സൗന്ദര്യം ഷേവ് ചെയ്യാതെ അല്ലെങ്കിൽ മുടി വെട്ടാതെ, ഒരു തരത്തിലും ലൗകികത എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യത്തോട് അടുത്ത് നിൽക്കാതെ വളരെ ഇന്റൻസ് ആയി 41 ദിവസത്തേക്ക് സന്യാസത്തിന്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ശബരിമല യാത്രയുടെ ബേസിക് ആംഗിൾ അതാണ്. സന്യാസം എന്താണ് എന്നുള്ളൊരു ഫീല് കിട്ടാൻ ഒരു ട്രെയിലറാണ്. ആ ട്രെയിലറിന് വേണ്ടിയാണ് ഈ ഇത്രയും കടുത്ത ബ്രഹ്മചര്യം എടുക്കുന്നത്. ഇതാണ് ആ സിസ്റ്റം. ആ സിസ്റ്റത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട. രാഹുൽ, എങ്കിൽ 10 വയസ്സായ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ഇതെല്ലാം വേണ്ട? കാര്യം എന്താ? 10 വയസ്സായ കുട്ടി ബ്രഹ്മചര്യം എടുത്തല്ല പോകുന്നത്. 10 വയസ്സായ കുട്ടി 40 ദിവസം മല ഇതെടുത്തിട്ടാണോ പോകണം? അല്ല, 50 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളും അങ്ങനല്ല. 4 പാതകളാണ് ഇന്ത്യൻ സിസ്റ്റം സ്പിരിച്വാലിറ്റിക്ക് പറയുന്നത്. മോഡേൺ സൈക്കോളജിയിൽ ഇതിനെ സൈക്കോമെട്രിക്സ് എന്ന് വിളിക്കും. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി തുടങ്ങിയതാണ്. അതിൽ 4 ഓറിയന്റേഷൻ ഉണ്ട്. ചില ആൾക്കാർ ഭക്തിയുടെ പാതയിൽ പോകുന്നവരാണ്, ചില ആൾക്കാർ ഭക്തിയല്ല ജ്ഞാനത്തിന്റെ പാതയിൽ പോകുന്നവരാണ്, ചില ആൾക്കാർ കർമ്മം ആക്ഷൻ ഓറിയന്റഡ് ആണ്, ചില ആൾക്കാർ രാജയോഗ പ്രധാനമാണ്. ഈ 4നും 4 അമ്പലങ്ങളുടെ സിസ്റ്റമാണ്. ഉദാഹരണം, ശങ്കരാചാര്യർ ജ്ഞാനയോഗമാണ്, പക്ഷേ ഭക്തമീര ഫിലോസഫർ ഒന്നുമല്ല, വെറും ഭക്തി മാത്രമാണ്. രാജയോഗ, പതഞ്ജലി, ഇതൊക്കെ രാജയോഗ സിസ്റ്റമാണ്. അതോടൊപ്പം കർമ്മയോഗം, നമ്മുടെ ഗാന്ധിജി, അബ്ദുൽ കലാം, ഇവരെല്ലാം കർമ്മത്തിന്റെ പാതയിലൂടെയാണ്. ഈ 4 പേർക്കും 4 ടെമ്പിൾസ് ആണ്, 4 മഠങ്ങളാണ്, 4 വ്യത്യസ്ത സിസ്റ്റംസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് സത്യം പറയാമല്ലോ, ഞാൻ ഭക്തി കുടുംബത്തിൽ ജനിച്ചാണെങ്കിൽ ഒരു പരിധിക്കപ്പുറം ഭക്തി എനിക്ക് ബോറടിക്കും. കാര്യം ഞാൻ ജ്ഞാനയോഗത്തിന്റെ പാതയിലൂടെ പോകുന്ന ആളാണ്. എന്റെ പ്രസംഗം കേട്ടാൽ എൻ്റെ അമ്മ പോലും പറയും, അമ്മ ഭക്തി ഓറിയന്റഡ് ആയിട്ട് പറയും, മോനെ പ്രസംഗമൊന്നുമല്ല, ഭക്തിയാണ് പ്രധാനം. വേറെ ചില ആൾക്കാർ പറയും ഇത് രണ്ടുമല്ല, ആക്ഷൻ, സമൂഹത്തിലെ ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലണം, ഇതാണ് പ്രധാനമെന്ന്. വേറെ ചിലർ പറയും ഇത് 3ഉമല്ല, ഉള്ളിലേക്ക് നോക്കുന്ന, നീ ദൈവത്തിനെ കാണുന്ന ഉള്ളിലാണ്. ഈ 18 മണിക്കൂർ ക്യൂയിൽ നിന്നിട്ട് ശബരിമലയിൽ കയറി അയ്യപ്പന്റെ ഫ്രണ്ടിലെത്തുമ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയോ? കണ്ണടച്ച് തൊഴുകയാണ്. ഈ 18 മണിക്കൂർ ക്യൂയിൽ നിൽക്കുന്ന വ്യക്തി മേളിൽ കയറിയിട്ട് കണ്ണടച്ചാ തൊഴുന്നത്. കാരണം ദൈവം നിന്റെ ഉള്ളിലാണ്. അപ്പൊ ഇത് 4 സിസ്റ്റമാണ്. ഇതൊന്നും ഒരു ചർച്ചയിൽ പറഞ്ഞ് വിജയിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്, കോടതിയിൽ പറഞ്ഞ് വിജയിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ഇതൊരു കോംപ്ലക്സ് സിസ്റ്റമാണ്. പക്ഷേ എൻ്റെ ഒരേ ഒരു റിക്വസ്റ്റ്, ഈ ചർച്ചയെ സ്വാഗതം ചെയ്യുന്നു. 2, ശബരിമലയുടെ ടേസ്റ്റ് എന്താണെന്നറിയാൻ വെറുതെ വിശ്വാസമൊന്നും വേണ്ട, ഒരു വർഷം ഒരു 41 ദിവസം വ്രതം എടുത്തൊന്ന് പോയി നോക്കണം. ആ ഫീലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. രാഹുൽ നേരത്തെ പറഞ്ഞു, ഇപ്പോഴും നമുക്ക് ഒരു ഡെഫിനിഷൻ കിട്ടാത്തൊരു കാര്യം ഈ യുവതി എന്നുള്ള വാക്കിൽ മാത്രമാണ്. ഈ യുവതി ആർത്തവമല്ല വിഷയം എന്നും പറഞ്ഞു, അല്ലെ? ഹൈക്കോടതി പറഞ്ഞു. യെസ്, ഹൈക്കോടതി പറഞ്ഞു. പക്ഷെ നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നുമുണ്ട്. അതായത് ദേവസ്വം, എങ്കിൽ ദേവസ്വം പറയണം, ഈ യുവതി എന്നുള്ള ഡെഫിനിഷൻ ദേവസ്വം അംഗീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞുകൂടാത്താണ്, പക്ഷെ എന്നാലും പറയാം. ദേവസ്വം ബോർഡ് മനഃപൂർവ്വം കള്ള അഫിഡവിറ്റ് കൊടുത്താണ്. എന്നെ കൊണ്ട് പറയേണ്ടത്, മുമ്പ് നിങ്ങൾ വിശ്വസിക്കില്ല, മുമ്പുള്ള ദേവസ്വം ബോർഡ് മനഃപൂർവ്വം കേസ് ദുർബലമാക്കാൻ, വാക്കിന്റെ എല്ലാ ഉത്തരവാദിത്വത്തോടെയും പറയുന്നു, മുമ്പുള്ള ദേവസ്വം ബോർഡ് മനഃപൂർവ്വം വീക്കായി അഫിഡവിറ്റ് കൊടുത്ത കാര്യം സുപ്രീം കോടതിയിൽ പരാജയപ്പെടാൻ. അതിനൊരു ഉദാഹരണം പറയാം. എൻ്റെ
വളരെ അടുത്ത ബന്ധമുള്ള ഒരു ചേച്ചി, അവർക്ക് 42 വയസ്സായപ്പോൾ അവർക്ക് യൂട്രസ് എടുത്ത് കളഞ്ഞു, കുറച്ച് പ്രശ്നങ്ങളായപ്പോൾ. അപ്പൊ അത് എടുത്തു കളഞ്ഞ ഉടനെ ഇവർ പറഞ്ഞു ഇനി എനിക്ക് ശബരിമലയിൽ പോകാമല്ലോ, കാരണം എനിക്ക് ഈ ആർത്തവമില്ലല്ലോ. ഇവർ ശബരിമലയിൽ പോയപ്പോൾ അവർ കാണാൻ നല്ല സുന്ദരിയാ, ചെറുപ്പം 42 വയസ്സും ആയിട്ടുള്ളൂ. വയസ്സൊന്നും ചോദിച്ചില്ല. ഇല്ല നിങ്ങളെ ഇല്ല എനിക്ക് ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇല്ല കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ തിരിച്ചു വന്നു. അടുത്ത വർഷം ഇവര് സർട്ടിഫിക്കറ്റുമായിട്ട് അവിടെ ചെന്നു. ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചപ്പോൾ ഇവരെ കയറ്റി വിട്ടു. അപ്പൊ അത് ഈ പറയുന്ന സ്പീക്കിംഗ് അല്ല കാര്യം, 50 വയസ്സിന് മേലുള്ള സർട്ടിഫിക്കറ്റ് കാണിച്ചാലേ കയറ്റാൻ പറ്റൂ, യൂട്രസ് റിമൂവ് ചെയ്ത് പറ്റില്ല. അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ പോകുന്നുണ്ട്. ഇതാണ് അവിടെ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ആചാരം എന്ന് വ്യക്തമാവാത്ത പരാജയം കുറെ ആളുകൾ ഉണ്ടാക്കി വെച്ച നിയമങ്ങളല്ലേ. 2 കാര്യങ്ങൾ. ഒന്ന്, ഇതിന് വ്യക്തത ഇല്ല എന്നുള്ള കാര്യം 100% സത്യമാണ്. അതിനാരാ ഉത്തരവാദി? തന്ത്രിമാരാണ്, മേൽശാന്തിമാരാണ്, ദേവസ്വം ബോർഡാണ്, ഭക്തജന സംഘടനകളാണ്. കാരണം വേണ്ട രീതിയിൽ ഇത് എഴുതിയിടാൻ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായി. നിങ്ങൾ ഒരു വരി കൂടെ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ശബരിമലയെ കുറിച്ച് അവൈലബിൾ ആയ ഒരേ ഒരു ചരിത്ര പുസ്തകം ബ്രിട്ടീഷുകാർ എഴുതിയതാണ്. ഇത്രയും കോടി ഭക്തന്മാർ വരുന്ന ആ സ്ഥലത്ത് ഒരേ ഒരു ഹിസ്റ്റോറിക്കൽ പുസ്തകം ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് എഴുതിയതാണ്. കാരണം നമ്മൾ വേണ്ട രീതി ഇതൊന്നും എഴുതിയിട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ സാധാരണക്കാരോട് ചോദിച്ചു ഈ അയ്യപ്പൻ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചു അറിയില്ല. എഴുതുന്നല്ല മാറ്റൂലേ. അപ്പൊ പിന്നെ എഴുതുന്ന മാറ്റമല്ല, ഈ എഴുതുന്നതിന് ഡോക്യുമെന്റേഷൻ വേണം. ശബരിമലയെ സംബന്ധിച്ച് ദേവപ്രശ്നം വെക്കാറില്ലേ? ഒരുപക്ഷെ ദേവപ്രശ്നത്തിൽ നാളെ സ്ത്രീകളെ അനുവദിക്കാം എന്ന് വന്നാൽ അല്ല, 2 കാര്യങ്ങൾ. ദേവപ്രശ്നം വെച്ച് അനുവദിക്കുകയാണെങ്കിൽ ടെക്നിക്കലി അങ്ങനെ തന്നെ വേണമെന്നാണ്. പക്ഷേ ദേവപ്രശ്നം 4 തവണ വെച്ചിട്ടുണ്ട്. 4 തവണ യുവതികളുടെ കാര്യത്തിൽ വന്നപ്പോഴും വേണ്ടാന്നാണ്. ഇത് ദേവപ്രശ്നം പറയുന്നത് ഒരു പുരുഷന്റെയും മനുഷ്യന്റെയും പ്രശ്നമല്ല. കഴിഞ്ഞ തവണ ശബരിമലയിൽ ഉണ്ടായ അഴിമതി ദേവപ്രശ്നം ബ്ലോക്ക് ചെയ്ത വ്യക്തിയുള്ള ഒരാളാണ് ഞാൻ. നമ്മുടെ സിസ്റ്റങ്ങളിൽ ട്രാൻസ്ജെൻഡർ എന്നൊരു സങ്കല്പം 100 വർഷമോ 200 വർഷമോ ഇല്ല. ട്രാൻസ്ജെൻഡേഴ്സ് അന്നും ഉണ്ട്, പക്ഷേ ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് അല്ല. നാളെ ശബരിമലയിൽ ഒരു ട്രാൻസ്ജെൻഡർ വന്നാൽ എന്ത് ചെയ്യണമെന്ന് ശബരിമലക്കാർക്കും അറിയില്ല, സുപ്രീം കോടതിക്കും അറിയില്ല. നാളെ ഇതിനൊരു തടയാനോ അകത്തിവിടാനോ ദിവസമല്ല. അപ്പൊ എന്ത് പറയുന്നു? ഇപ്പം തടയുന്നതിന്റെ റീസൺ അവകാശമില്ല. അവിടെ പോലീസുകാർ നിന്ന് ചെയ്യുന്നതിന്റെ റീസൺ എന്താ അറിയാമോ? സുപ്രീം കോടതി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയല്ല. നാളെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യത്തിൽ ഒരു ഡിബേറ്റ് വേണം. ആ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യത്തിൽ ഞങ്ങൾ മാത്രമല്ല, അതായത് വിശ്വാസികൾ മാത്രമല്ല, അവിടുത്തെ ആചാര്യന്മാർ, ഇവിടുത്തെ ആക്ടിവിസ്റ്റുകൾ, കോടതി, ഗവൺമെന്റ് സംവിധാനങ്ങൾ ചേർന്നൊരു നിലപാടെടുക്കണം. ആ നിലപാടുകളിലൂടെ തന്നെ ഇത് ഇവോൾവ് ചെയ്യുന്നു. ഇതൊന്നും മാറ്റുക എന്നുള്ളതല്ല, നല്ലത് പ്രിസർവ് ചെയ്യുക, തെറ്റുള്ളത് മാറ്റുക. അംബേദ്കർ 1950 ഭരണഘടന പ്രസന്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ഒരു വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ പോവാണ്. ആ കോൺഫ്ലിക്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ശരിയുണ്ട്. ആ പൊളിറ്റിക്കൽ ശരി എന്താ വെച്ചാൽ ഇന്ത്യയിലുള്ള മുഴുവൻ ആൾക്കാർക്കും ഒരു വോട്ട്, ഓരോ വോട്ടിനും ഓരോ വാല്യൂ, എല്ലാവരും ഈക്വൽസ് ആണ്. ഒരു സോഷ്യൽ റിയാലിറ്റി വേറെയുണ്ട്. സോഷ്യൽ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ എന്ന് പറഞ്ഞ മാതിരി ഇവിടെ നമ്പൂരി ഉണ്ട്, പിന്നെ നായരുകാരുണ്ട്, ആണുണ്ട്, പെണ്ണുണ്ട്, ഈ തരത്തിൽ. അപ്പോൾ ഈ സോഷ്യൽ റിയാലിറ്റി ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ അനുവദിച്ചാൽ നമ്മുടെ ജനാധിപത്യം തന്നെ അപ്രസക്തമാവും എന്ന് അംബേദ്കർ ദൂരവീക്ഷണം ചെയ്ത് 1950 പറയുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്പേസിലാണ്. നമ്മൾ ഇത്തരത്തിൽ ഓരോ ചടങ്ങുകളും അവിടെ തൊടാൻ പാടില്ല, അത് ആചാരമാണ്, ഇത് ട്രഡീഷനാണ്, അത് ആചാരമാണ്, തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ മൂല്യമാണ് ഇല്ലാതെയാവുന്നത്. ഞാൻ പറയുന്നത് രാഹുൽ ഈശ്വർ അടക്കമുള്ള ആൾക്കാർ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു കോൺസെൻസസിലെത്തണം. നമ്മൾ പറയുന്നത് മുഴുവൻ അംഗീകരിക്കാന്നല്ല, രാഹുൽ ഈശ്വർ പറഞ്ഞത് നമ്മളും അംഗീകരിക്കാൻ തയ്യാറാവണം, അവരുടെ വികാരം നമ്മൾ ഉൾക്കൊള്ളണം, മറിച്ചും ഉൾക്കൊള്ളണം, എന്നിട്ട് ഒരു കോമൺ സ്പേസ് കണ്ടെത്താൻ ഈ ചർച്ച, ഇത്തരം ചർച്ചകൾ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഒരു കാര്യം, നമുക്ക് 2 കൈകളുണ്ട്. ഇത് വിശ്വാസത്തിന്റെ മാത്രം പ്രശ്നമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ണടയ്ക്കുന്നില്ല. അങ്ങനെ ഒരു നിലപാട് നിങ്ങൾ കേട്ടുവാണ് എവിടെയും പറഞ്ഞില്ല. വിശ്വാസമാണ്, നിങ്ങൾ ചോദ്യം ചെയ്യരുത്, കോടതി ഇതിൽ കയറി ഇടപെടാമെന്നൊന്നും പറയുന്നില്ല. വിശ്വാസമാണ്. പക്ഷേ ഇത് സ്ട്രിക്റ്റ് നിയമപ്രശ്നം മാത്രമാണോ? ഇതൊരു ഹോട്ടലിലോട്ടോ പബ്ലിക് സ്പേസിലോട്ടോ അല്ല, ഒരു അമ്പലത്തിലോട്ട് കയറുന്നതിന്റെ കാര്യമാണ്. അപ്പോൾ ഒരു കയ്യിൽ വിശ്വാസം, മറുകയിൽ നിയമം. ഇതെങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സുപ്രീം കോടതി ഈ കൺഫ്യൂഷനില്ല. ഈ സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ചിലേക്കൊക്കെ ഒരു കേസ് വരാന്ന് പറഞ്ഞാൽ അത്ര ഗൗരവമാണ്. ഇത് 5-അംഗ ബെഞ്ചിലേക്ക് പോയാൽ കോൺസ്റ്റിറ്റ്യൂഷനലി നമ്മുടെ കേശവാനന്ദ ഭാരതി കേസ് പോലെ വരും. ഒരു കയ്യിൽ നിയമം, മറുകയിൽ വിശ്വാസം. ബാലൻസ് ചെയ്യാം. ഇതെങ്ങനെ അവസാനിക്കും എന്നാണ് വിചാരിക്കുന്നത്? തീർച്ചയായും എനിക്ക് പ്രതീക്ഷയുണ്ട്. ആരിൽ പ്രതീക്ഷയില്ലെങ്കിലും അയ്യപ്പനിൽ പ്രതീക്ഷയുണ്ട്. ഒരു വിശ്വാസിയായ സ്ത്രീ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് വിശ്വാസത്തിന്റെ പേരിൽ തടയപ്പെടുന്നത് ലിംഗ അനീതിയാണ്. നിയമത്തിന്റെ പേരിലായാലും ശാസ്ത്രത്തിന്റെ പേരിലായാലും ആചാര അനുഷ്ഠാനങ്ങളുടെ പേരിലായാലും സ്ത്രീ എന്ന നിലയിൽ, അത് യുവതിയായിക്കോട്ടെ, പെൺകുട്ടിയായിക്കോട്ടെ, വൃദ്ധയായിക്കോട്ടെ, സ്ത്രീകളെ മാറ്റി നിർത്തുന്ന ഒരു നീതിശാസ്ത്രത്തോടും യോജിക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞു അവര് അങ്ങനെ ഒന്നിന്റെ പേരിൽ മാറ്റി നിർത്തുന്നില്ല. നാളെ ആരോഗ്യവതിയ ഒരു വൃദ്ധയെടുത്ത് പറയുക ഒരു സ്ഥലത്ത്, ഇവിടെ അല്ല ഓരോ സ്ഥലത്ത് കയറണ്ട എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. മുസ്ലിം സ്ത്രീകള് അവരെ മറ ഉണ്ടാക്കി ഇന്നും മാറ്റി നിർത്തുക.
ക്രിസ്ത്യൻ സ്ത്രീകൾ ഈ അടുത്ത കാലം വരെ കുടുംബ സ്വത്തിൽ അവകാശം ഇല്ലായിരുന്നു. ഇതൊക്കെ മാറ്റപ്പെടണം. മുസ്ലിം സ്ത്രീകൾക്ക് മെയിൻ്റനൻസ് ഇല്ലായിരുന്നു. ഒരു രാത്രി മുഴുവൻ ഉറക്കം ഒളിച്ചിരുന്ന ഇന്ത്യൻ പാർലമെന്റ് നിയമം പാസ്സാക്കേണ്ടി വന്നു. ഇതുപോലെ ശബരിമലയിലെ ഷാബാനോ കേസിൽ രാജീവ് ഗാന്ധി ഗവൺമെന്റ് കോടതിക്കെതിരെയാണ് പ്രതികരിച്ചത്. ജീവനാംശം കൊടുക്കണം രാജീവ് ഗാന്ധിയാണ് നിയമം പാസ്സാക്കിയത്. രാഹുൽ മറന്നുപോയോ? ഒരു രാത്രി ആ നിയമത്തിന് സ്ത്രീകളെ പറഞ്ഞ പോലെ ശബ്ദം സത്യമല്ലാതാകുന്നില്ല. രാജീവ് ഗാന്ധിയാണ് മുസ്ലിം സ്ത്രീകൾക്ക് നിയമം കൊടുത്തത്, ജീവനാംശ നിയമം കൊടുത്തത്. കേസ് ഫയൽ ചെയ്തതാണ്. ഒരു ചോദ്യത്തിൽ സമുദായത്തിലെ പുരുഷന് 4 കല്യാണം കഴിക്കാൻ അനുവാദം ഉണ്ടോ ഇല്ലയോ? അതൊക്കെ ശരീരത്തെ നിങ്ങൾക്ക് അരുത് എന്ന് തന്നെയാണ് വ്യക്തമായ എന്റെയൊക്കെ അഭിപ്രായം. ഒരു സംശയമില്ല. അഭിപ്രായങ്ങൾ പല രീതിയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നു. സ്ത്രീയുടെ അവകാശങ്ങൾ ചെയ്യണം. പുരുഷന്റെ അവകാശം ഞങ്ങൾ ഒപ്പമുണ്ട്. അല്ലാതെ അനീതി എവിടെ കണ്ടാലും എതിർക്കപ്പെടണം. സിസിലി മാഡം, നാളെ ഒരു പക്ഷേ കോടതി അനുകൂലമായ ഒരു വിധി, അതായത് യുവതികൾക്ക്, സ്ത്രീ എന്ന് പറയുന്നില്ല, യുവതികൾക്ക് അനുകൂലമായ ഒരു വിധി കൊണ്ടുവന്നാൽ മാറ്റങ്ങൾ അനിവാര്യമാണ് കാലഘട്ടത്തിനനുസരിച്ച്. അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ പുരോഗമന ചിന്താഗതി ഉള്ളവർ ഏറെ കാര്യങ്ങൾ ഇന്നലെ വരെ ചെയ്യാത്തത് ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഒരു വീട്ടിൽ ഒരു മരണം നടന്നാൽ മരിച്ച ബോഡി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് വിവാഹം നടത്തും. അത് ഇതിനു മുൻപ് നമ്മൾ ചെയ്യാത്തതാണ്. സാഹചര്യം ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അത് അനിവാര്യമാണ്. ആ കുട്ടിയുടെ ജീവിതമാണ് വലുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ മാറ്റങ്ങളും അനിവാര്യമാണ്. പക്ഷേ ഒരു വിശ്വാസത്തിൻ്റെ വിഷയമാണ് ഞാൻ പറഞ്ഞത്. ആ വിശ്വാസം അനുസരിച്ച് നമ്മുടെ ഒരു ആചാരാനുഷ്ഠാനം അനുസരിച്ച് നിലനിൽക്കുന്ന സംവിധാനം അങ്ങനെ തുടരട്ടെ. ഇതുവരെ വന്ന ചർച്ചകളിൽ കോടതി എന്ത് നിലപാടെടുക്കുന്നോ അത് എങ്ങനെ വന്നാലും സ്വാഗതം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പേരിൽ തുടർന്ന് വരുന്ന ചില കീഴ്വഴക്കങ്ങൾ സ്ത്രീവിരുദ്ധമാണെങ്കിൽ, മനുഷ്യവിരുദ്ധമാണെങ്കിൽ അത് മാറ്റണം, അത് മാറണം, കാലത്തിനനുസരിച്ച് മാറേണ്ടതുണ്ട്. അത്ര മാത്രമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ചരിത്രത്തെയാണ് നമ്മൾ അതിന്റെ ഒരു പിൻബലത്തിന് വേണ്ടിയിട്ട് കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം വന്നില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും സ്ത്രീകളുടെ? അല്ല, ഇത്രയും കാലം എങ്ങനെയായിരുന്നു നമ്മൾ ഇതിനെ പിന്തുടർന്നുകൊണ്ട് പോവുമായിരുന്നു. ഇപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ ഒരു കേസ് കൊടുക്കുകയും അത് പരിഗണിക്കുന്ന സന്ദർഭത്തിൽ കോടതിയുടെ ഒരു നിരീക്ഷണമാണ് വന്നത്. തീർച്ചയായിട്ടും ആ നിരീക്ഷണം നൽകുന്ന ഒരു പോസിറ്റീവ് സംഗതിയുണ്ട്. അതായത് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതിനകത്ത് ഒരു വലിയ സന്ദേശമുണ്ട്. അതിനനുസരിച്ച് മനുഷ്യർക്ക്, ഇന്ത്യയിലെ പൗരർക്ക്, ഞാൻ അതിൽ ഊന്നാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യയിലെ പൗരർ എന്ന നിലയിൽ സ്ത്രീകൾക്ക് ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വിശ്വാസികളിൽ പെടുന്ന സ്ത്രീകൾക്ക് കൂടി അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓരോ കാലത്തും ആചാരങ്ങൾക്കും അനീതികൾക്കുമെതിരെ ശബ്ദമുയർത്തുകയും പലവിധ സമരമുറകളിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കുകയും ചെയ്തവരാണ് നമ്മൾ. ജാതി മത ലിംഗഭേദമില്ലാതെ പൊതുസമൂഹം ഒരുമിച്ച് നിന്നാൽ ഈ അവകാശം നേടിയെടുക്കാനും നമുക്ക് കഴിഞ്ഞേക്കും. അത്തരത്തിലൊരു വിധിയാണ് സുപ്രീം കോടതി നൽകുന്നതെങ്കിൽ ചരിത്രത്തിൽ എടുത്തു പറയത്തക്ക ഒരു ഏടായിരിക്കും അത്. നമുക്ക് കാത്തിരിക്കാം. സെൽഫിയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും അടുത്തയാഴ്ച കാണാം.